ഈശോ മിശിഹായിൽ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ കുറച്ചു നാളുകളായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദിലക്സിത് നോസ് എന്നുള്ള ചാക്രിക ലേഖനത്തിൻ്റെ വിവിധ ഭാഗങ്ങളെപ്പറ്റി നമ്മൾ സംസാരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിലേക്ക്, 5 അധ്യായങ്ങളുള്ളതിൽ 5-ാമത്തെ അധ്യായത്തിലേക്ക് ഇത്തവണ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ആദ്യ 4 അധ്യായങ്ങളും ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 5-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഈശോയുടെ ഒരു വിലാപത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. സ്നേഹം പ്രതിസ്നേഹം അർഹിക്കുന്നു, എന്നാൽ അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു വലിയ വിലാപം. ഇത് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരു വിലാപം തന്നെയാണ്. അസീസിയിലെ സ്നേഹഗായകൻ അസീസി തെരുവോരങ്ങളിലൂടെ പാടി നടന്നത് സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഈശോ നമ്മളെ അതിയായി സ്നേഹിക്കുന്നു, എന്നാൽ മതിയായ രീതിയിൽ ഈശോയെ തിരികെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇതാണ് ഈശോയുടെ തിരുഹൃദയത്തിനുള്ള ഏറ്റവും വലിയൊരു സങ്കടം. ഇത് പരിഹരിക്കുവാൻ നമുക്ക് ചെയ്യാവുന്നത് ഈശോയെ മതിയായ രീതിയിൽ തിരികെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഈശോ നമ്മെ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് ഈശോയെ തിരികെ സ്നേഹിക്കുവാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് ആവശ്യപ്പെടുന്ന ആദ്യത്തെ കാര്യം. ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദൗത്യം. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ അന്തിമ വിധിയെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് ഈശോ പറയുന്നൊരു വാചകമുണ്ട്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങളത് ചെയ്തു തന്നത്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ ദൈവത്തെ തന്നെയാണ് സ്നേഹിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് നമ്മൾ സ്നേഹിക്കാതിരിക്കുന്നത്. അത് യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് എത്രത്തോളം മറ്റുള്ളവരെ, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. ആ സ്നേഹം നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ നമ്മൾ വാസ്തവത്തിൽ സ്നേഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ആധ്യാത്മികതയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ ഒരു മാനം, സഹോദര സ്നേഹത്തിലൂടെ ദൈവസ്നേഹത്തെ വളർത്തുക എന്നുള്ള മാനം വളരെയേറെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സാഹോദര്യം എന്ന് പറയുന്ന പുണ്യം വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ്. മിസ്റ്റിസിസവുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം കൂടിയാണ് സാഹോദര്യം എന്നുള്ള പുണ്യം. 4-ാം അധ്യായത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കോട്ട് ചെയ്ത ഒരു ദൈവവചനമായിരുന്നു യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്നുള്ള ആ ഒരു സുവിശേഷ ഭാഗം. അതുതന്നെ 5-ാം അധ്യായത്തിൽ വീണ്ടും പാപ്പ ആവർത്തിക്കുന്നുണ്ട്. അവിടെ പാപ്പ അതിൻ്റെ ഒരു സാമൂഹിക മാനത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ ദാഹം തീർക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ദാഹം കൂടെ തീർക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ദാഹം തീർക്കുന്ന പ്രക്രിയ തന്നെ വാസ്തവത്തിൽ മറ്റുള്ളവരുടെ ദാഹത്തെയും ശമിപ്പിക്കാനുള്ള ഒരു പ്രക്രിയയായി നമുക്ക് മാറ്റിയെടുക്കുവാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ കാര്യം. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പരിഹാരം ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. മുറിയപ്പെട്ട ഹൃദയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുദിനം കണ്ടുമുട്ടാറുണ്ട്. ആ മുറിയപ്പെട്ട ഹൃദയങ്ങളെ വെച്ച് കെട്ടുവാൻ, നല്ല സമരിയാക്കാരനെ പോലെ വെച്ച് കെട്ടുവാൻ നമുക്ക് സാധിക്കണം. അത് നമ്മുടെ ആത്മീയതയുടെ വളർച്ചയുടെ ഒരു അളവുകോൽ കൂടിയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്ന സ്നേഹത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്ന ഒരാശയമുണ്ട്, സിവിലൈസേഷൻ ഓഫ് ലവ്. അത് വളർത്തുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആഴത്തിൽ സ്നേഹിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സ്നേഹമില്ലാത്തിടത്താണ് പാപം വളരുന്നത്. സ്നേഹം സകല പാപത്തെയും മറയ്ക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്നേഹം വളർത്തുന്നത് വഴിയായി പാപമില്ലാത്ത ഒരു സംസ്കാരത്തെ നമ്മൾ വളർത്തിയെടുക്കുക കൂടിയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പുരോഗതി പാപങ്ങളിൽ നിന്നകന്ന് നന്മയിൽ വളരുക എന്നാൽ അതിൻ്റെ ഒരർത്ഥം നാം സ്നേഹത്തിൽ ആഴപ്പെടുക എന്ന് തന്നെയാണ്. അതിന് നമ്മെ സഹായിക്കുന്നത് തിരുഹൃദയമാണ്. കാരണം ഈ തിരുഹൃദയത്തിൽ നിന്നുമാണ് നമുക്ക് ആവശ്യമുള്ള സ്നേഹത്തെ നാം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്നേഹം സ്വീകരിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാഹോദര്യത്തിലൂടെ നമ്മുടെ പാപ അവസ്ഥകളെ തരണം ചെയ്യുവാനുമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ക്ഷണിക്കുന്നത്. അതോടൊപ്പം മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം,
മാപ്പ് അപേക്ഷിക്കുന്നതിൽ നമ്മൾ മടി കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ്. നമുക്ക് പറ്റിപ്പോകുന്ന തെറ്റുകുറ്റങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ ഏറ്റുപറയുവാനും ആവശ്യമായ സന്ദർഭങ്ങളിൽ മാപ്പ് അപേക്ഷിക്കുവാനും നമ്മൾ വാസ്തവത്തിൽ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തെറ്റുപറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആ സമയങ്ങളിൽ മാപ്പ് പറയുക വഴിയായി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഞാനെന്ന ഭാവത്തെ, എൻ്റെ ഈഗോയെ ഞാൻ മറികടക്കുകയാണ്. അത് വാസ്തവത്തിൽ പരസ്പര ബന്ധങ്ങളെ ഒത്തിരി വളർത്തുകയും ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു മാപ്പപേക്ഷയിലൂടെ വാസ്തവത്തിൽ നമ്മൾ മറ്റൊരാളുമായി കൂടുതൽ ആഴത്തിൽ ആത്മീയമായ ഒരു സാഹോദര്യത്തിലേക്ക് വളരുകയാണ്. ഈ മാപ്പപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ള ഒരാൾക്ക് വേണ്ടി സ്വയം ബലിയായി തീരുവാൻ സാധിക്കുകയുള്ളൂ. വാസ്തവത്തിൽ സന്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ബലിയർപ്പിക്കപ്പെടുവാനുള്ള ഒരു ജീവിതമാണ്. അങ്ങനെ ഒരു ബലിയർപ്പണത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത് മാപ്പപേക്ഷിക്കുവാനുള്ള നമ്മുടെ സന്നദ്ധതയാണ്. മാപ്പപേക്ഷിക്കുവാൻ സന്നദ്ധതയില്ലാത്ത ഒരാൾക്ക് തീർച്ചയായും ബലിയായി അർപ്പിക്കപ്പെടുവാനും സന്നദ്ധത ഉണ്ടാവില്ല എന്നുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു പറയുന്നു. ഈശോയുടെ നീതിയുടെ ഒരു പ്രത്യേകത, ആ നീതി എന്നുള്ളത് സ്നേഹത്തിൽ പൊതിയപ്പെട്ടതാണ് എന്നുള്ളതാണ്. നീതിമാനായിരിക്കുന്നതോടൊപ്പം തന്നെ അവൻ സ്നേഹനിധിയും കൂടിയാണ്. പഴയ നിയമത്തിൽ ദൈവം പലതവണ യഹൂദരാൽ അവഗണിക്കപ്പെട്ടുവെങ്കിലും ദൈവം പലവട്ടം വീണ്ടും വീണ്ടും അവരുമായി ബന്ധത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിലും ഓരോ തവണയും ദൈവത്തിൻ്റെ സ്നേഹത്തെ അവരവഗണിക്കുകയും അതിൽ നിന്ന് മാറി നടക്കുകയും മറ്റ് ദേവന്മാരുടെ പിന്നാലെ പോവുകയും ചെയ്യുകയായിരുന്നു. എങ്കിലും വീണ്ടും വീണ്ടും അവർക്ക് ക്ഷമ കൊടുത്ത് അവരെ വീണ്ടും തൻ്റെ സ്നേഹത്തിലേക്ക്, കരുണയിലേക്ക്, വാത്സല്യത്തിലേക്ക് തിരികെ ആനയിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ നമ്മുടെ ജീവിതങ്ങളിലും നമ്മിൽ നിന്നും മാറി നടക്കുന്നവരെ വീണ്ടും വീണ്ടും വാത്സല്യത്തോടെ, കരുണയോടെ, ക്ഷമയോടെ നമ്മിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ, അതുവഴിയായി ഒരുമിച്ച് ദൈവത്തിലേക്ക് മടങ്ങിയെത്തുവാൻ നാം പരിശ്രമിക്കണം എന്നുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ക്രിസ്തീയ സന്ദേശം എന്ന് പറയുന്നത് അതിൻ്റെ ഒത്തൊരുമയിലാണ് നാം കൊടുക്കേണ്ടത്. ഒരു കാര്യത്തെ മാത്രം എടുത്തു പറയുവാനോ ഒരു കാര്യം മാത്രം പ്രഘോഷിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലാണ് നമ്മളത് അവതരിപ്പിക്കേണ്ടത്. മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ ഒരു പ്രഘോഷണം കൂടിയാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു. മിഷണറി ആവുക എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയുക, കുറേ കാര്യങ്ങൾ അറിയിക്കുക, കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് സ്നേഹിക്കുവാൻ ആരംഭിക്കുക, സ്നേഹിക്കുവാൻ പഠിപ്പിക്കുക, സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു. മിഷണറി പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ മാനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. മിഷണറി ആവുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവരായി മാറുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സ്നേഹിക്കുന്നതിലൂടെ, മറ്റുള്ളവർക്ക് ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കുന്നതിലൂടെ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മളും വാസ്തവത്തിൽ മിഷണറിമാരായി മാറുകയാണ്. ഇത്തരത്തിലുള്ള തിരുവെഴുത്തുകളെ വായിക്കേണ്ടത് വാസ്തവത്തിൽ വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ പ്രത്യേകിച്ച് സഭയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതങ്ങൾ വാസ്തവത്തിൽ സഭാപ്രബോധനങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും സംഗ്രഹിക്കുവാനും അറിയുവാനും കൂടി മാറ്റിവെക്കപ്പെടേണ്ട ഒരു ജീവിതമാണ്. സഭയിൽ നിന്നും നമുക്ക് നൽകപ്പെടുന്ന, അധികാരികൾ നമുക്ക് നൽകുന്ന, പ്രത്യേകിച്ച് മാർപ്പാപ്പ എഴുതുന്ന തിരുവെഴുത്തുകളെ വായിക്കുവാൻ, അറിയുവാൻ, മനസ്സിലാക്കുവാൻ, നമ്മുടെ ജീവിതങ്ങളിൽ കുറച്ച് സമയം ഒന്ന് നീക്കിവെക്കുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. അതുവഴിയായി നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള അറിവിനെ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തെ കൂടി നമ്മൾ പ്രത്യേകമായി പരിപോഷിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ഈശോയുടെ ഹൃദയത്തെപ്പറ്റി എഴുതിയിട്ടുള്ള ഈ ഒരു തിരുവെഴുത്ത്, ദിലക്സിത് നോസ് എന്നുള്ള തിരുവെഴുത്ത് നമ്മുടെ ബൗദ്ധികമായ വളർച്ചയ്ക്കും അപ്പുറം നമ്മുടെ ഹൃദയത്തിൻ്റെ വളർച്ചയ്ക്ക്, നമ്മുടെ ഹൃദയം തുറന്നിടുന്നതിന്, നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കുന്നതിന് നമ്മെ സഹായിക്കും. ഇത്തരത്തിൽ ഈ തിരുവെഴുത്ത് വായിച്ചും ധ്യാനിച്ചും മനനം ചെയ്തും നമ്മുടെ ഹൃദയങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് അനുരൂപമായി മാറ്റിയെടുക്കുവാൻ, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ഹൃദയമാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.